ഞാൻ ഒത്തിരി സമയമായിട്ട് ഒരു മാഗ്സേഫ് ഹോൾഡർ സെർച്ച് ചെയ്യായിരുന്നു. അത് എനിക്ക് വീഡിയോ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് എക്സ്ട്രാ എക്വിപ്മെൻ്റ് എടുത്തിട്ട് നടക്കേണ്ട ആവശ്യമില്ല. ഫൈനലി എനിക്കൊരു ഇങ്ങനത്തെ മാഗ്സേഫ് ഹോൾഡർ കിട്ടി. ഇതാണ് മാഗ് റിംഗ് മാഗ്സേഫ് ഫോൺ ഹോൾഡർ. ഇത് സ്പൈസിൻ്റെ ആണ്. സോ ഇത് ഞാൻ ഒരു മാസമായിട്ട് യൂസ് ചെയ്യുവാണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു അതിനെ പറ്റി സംസാരിക്കാം. ഇത് എൻ്റെ റിയൽ ലൈഫ് റിവ്യൂ ആണ്. സോ ഞാൻ കുറച്ച് ക്ലിപ്സും കാണിക്കും, ഞാൻ ഇത് എങ്ങനെ യൂസ് ചെയ്തു, പിന്നെ നമ്മൾക്ക് സംസാരിക്കാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്. ഇത് ബേസിക്കലി 3000 സംതിങ് ആണ്. ഇത് ഒത്തിരി എക്സ്പെൻസീവ് മാഗ്സേഫ് ഹോൾഡർ ആണ്. ആ കാശിന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ കാണാം. എന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ മാഗ്സേഫ് ഹോൾഡറിനെ നോക്കാം. സോ ഇതാണ് നമ്മളുടെ മാഗ്സേഫ് ഹോൾഡർ. ഇത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് പൗഡർ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ്. ഇതിൽ വേറെ ഒരു കളർ നിങ്ങൾക്ക് കിട്ടില്ല. ഇത് തുറക്കുമ്പം ഇതിൽ 3 പാർട്സ് ഉണ്ട്. ഒരെണ്ണം ഫോണിൽ കണക്ട് ചെയ്യുന്ന മാഗ്സേഫ് ഹോൾഡർ, പിന്നെ എൻഡിലുള്ള ഒരു സ്റ്റാൻഡ്, ഇതിലും മാഗ്നറ്റ് ഉണ്ട്, പിന്നെ മിഡിലിൽ ഒരു എക്സ്റ്റെൻഡിങ് ആം. സോ ഇത് ഇങ്ങനെ ഫോൾഡായിട്ട് ഇങ്ങനെ അകത്തോട്ട് പോകും. സോ ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം ഫാക്ടർ. സോ ഇതിനെ നമ്മൾ ഫോണിലിട്ടാൽ കാണാൻ ഒത്തിരി നല്ലതാണ്. എനിക്കിതിൻ്റെ ഫിറ്റ് ഫിനിഷ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് കംപ്ലീറ്റ്ലി റൗണ്ടഡ് ആണ് കോർണേഴ്സിൽ. സോ ഇത് പോക്കറ്റിലൊക്കെ ഇടുമ്പം ഇത് ടച്ച് ആയിട്ട് ഇങ്ങനെ വെളിയിലൊന്നും വരാൻ പോകുന്നില്ല. ഇത് നല്ലപോലെ ഗ്ലൈഡായിട്ട് സ്ലിപ്പായിട്ട് പോകും. പിന്നെ ഇത് റബ്ബറൈസ്ഡ് ആണ് ഇവിടെ. സോ നിങ്ങൾ ഏത് സർഫേസിൽ ഇത് ഇട്ടാലും ആ സർഫേസിൽ സ്ക്രാച്ചസ് ഒന്നും ഇടില്ല. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. സോ ബേസിക്കലി ഇത് 2 മാഗ്നറ്റ് ആണ്. ഒരെണ്ണം ഇവിടെ നമ്മളുടെ മാഗ്സേഫ് ഫോണിൽ കണക്ട് ചെയ്യാനായിട്ട്, പിന്നെ മറ്റേ സൈഡ് നമ്മൾക്ക് ഏതെങ്കിലും മെറ്റൽ സർഫേസിൽ ഇടാം. മെറ്റൽ സർഫേസ് എന്ന് പറഞ്ഞാൽ അയൺ സർഫേസ്. നമ്മളുടെ കോപ്പർ, അലൂമിനിയം, പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലൊക്കെ ഇത് സ്റ്റിക്ക് ആവില്ല, കാരണം അത് മാഗ്നറ്റിൻ്റെ കൂടെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല. സോ മാഗ്നറ്റിൻ്റെ കൂടെ സ്റ്റിക്ക് ചെയ്യുന്ന എല്ലാ സർഫേസിലും ഇത് സ്റ്റിക്ക് ആവും. പക്ഷേ ഫ്ലാറ്റ് സർഫേസ് ആണ് ബെറ്റർ. റൗണ്ടഡ് സർഫേസ് ആണെങ്കിൽ ഇത് അത്ര നല്ലപോലെ വർക്ക് ചെയ്യില്ല. സോ ഇത് ബോട്ടിൽ ഓപ്പണർ ഇവിടെ ഉണ്ട്. ഇതിൽ നമ്മൾക്ക് ഏതെങ്കിലും ബോട്ടിലൊക്കെ തുറക്കണമെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ തുറക്കാം. പിന്നെ ഇങ്ങനെ തിരിച്ചിട്ട് ഫോൾഡ് ആക്കാം. സോ ഒത്തിരി ഈസിയാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ സർഫേസ് ഒക്കെ ഒത്തിരി സ്മൂത്താണ്. ഇത് ഒട്ടും നമ്മൾക്ക് ഹേർട്ട് ചെയ്യാൻ പോവില്ല. സോ ഇതാണ് ഈ മാഗ്സേഫ് ഹോൾഡറുടെ സ്പെഷ്യാലിറ്റി. ഇപ്പം നമ്മൾക്ക് ഡെമോ വീഡിയോ നോക്കാം. അത് കഴിഞ്ഞിട്ട് പ്രോ കോൺസ് പിന്നെ ആർക്ക് ഇത് എടുക്കണം എന്ന് സംസാരിക്കാം. എന്നാൽ പോവാം. ഓക്കെ, നിങ്ങൾ ടെസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റി സംസാരിക്കാം. സോ പ്രോസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് ബേസിക്കലി സോളിഡ് മെറ്റൽ ബിൽഡാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഒത്തിരി നല്ലതാണ്. ഇത് ഒരു കിക്ക് സ്റ്റാൻഡ്, ഫോൺ ഹോൾഡർ അല്ലെങ്കിൽ ബോട്ടിൽ ഓപ്പണറിനെ പോലെ യൂസ് ചെയ്യാം. ഇത് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ഏത് ആംഗിളിൽ വേണമെങ്കിൽ ഇതിനെ നമ്മൾക്ക് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാൻഡായിട്ട് വെച്ചിട്ട് നമ്മൾക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡബിൾ ഹിഞ്ച് മെക്കാനിസം ഒത്തിരി സ്ട്രോങ് ആണ്. പിന്നെ ആ ആംഗിൾ ഒക്കെ ചുമ്മാ ഇങ്ങനെ ഫോണിൻ്റെ വെയിറ്റിൻ്റെ കൂടെ താഴോട്ടൊന്നും പോവില്ല. ഇത് നല്ലപോലെ സ്റ്റാൻഡ് ആവും. പിന്നെ ഇതൊരു ക്യാമറ ഫ്രണ്ട്ലി അറ്റാച്ച്മെൻ്റ് ആണ്. ഇത് നമ്മളുടെ പോക്കറ്റിനകത്ത് ഇട്ടാൽ, സോ
ഇവിടെ ഒരു ഷാർപ്പ് കോർണറും ഇല്ല, ഒന്നുമില്ല. ഇത് നല്ലപോലെ സ്ലീക്ക് ഇവിടെ ഫോണിൽ ഫിറ്റ് ആവും. ഇത് പോക്കറ്റിൽ ഇടുമ്പം നമ്മളുടെ പോക്കറ്റിൽ ഒരു ഹോളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ റിവേഴ്സ് ഇട്ടാൽ നമ്മളുടെ കാലിലൊന്നും ടച്ച് ചെയ്തിട്ട് ഇതൊരു പെയിനൊന്നും തരാൻ പോകുന്നില്ല. സോ പിന്നെ ഇതൊരു ക്യാമറ ഫ്രണ്ട്ലി ഫോണാണ്. ക്യാമറ ഫ്രണ്ട്ലി അറ്റാച്ച്മെൻ്റ് ആണ്. നമ്മളുടെ S23, 24, 25 അൾട്രാ സീരീസിലൊക്കെ മാക്സേഫ് അറ്റാച്ച്മെൻറ്റ് കൂടെ ഇപ്പം ഇത് ഇട്ടാൽ എൻ്റെ അടുത്ത് കുറേ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതിലിങ്ങനെ കൈ ഇടുമ്പം ഈ ലാസ്റ്റ് ക്യാമറേൻ്റെ മേളിൽ നമ്മളുടെ ഇങ്ങനെ ഫിംഗർ വരും. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് ക്യാമറയുടെ മേളിലൊന്നും ഫിംഗറൊന്നും വരില്ല. സോ അത് കാരണം ഇത് ക്യാമറ ഫ്രണ്ട്ലി അറ്റാച്ച്മെൻ്റ് ആണ്. ഇപ്പം നമ്മൾ കോണിനെ പറ്റി സംസാരിക്കാം. സോ ഇത് ഹിഞ്ചസ് ഇതിൻ്റെ കുറച്ച് ടൈറ്റാണ്. സോ ഇപ്പം ഇത് യൂസ് ചെയ്യുമ്പം ഇതിനെ ഇങ്ങനെ തുറക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബാക്കിയെല്ലാം ഇവിടെ എം ടി ആണ്. ബാക്കിയെല്ലാം നിങ്ങൾ ഇങ്ങനത്തെ ഹോൾഡറൊക്കെ നോക്കുമ്പോൾ ഇവിടെ എം ടി ആണ്. സോ ചുമ്മാ ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ടിട്ട് തുറക്കാം. ഇവിടെ കൈ ഇടാനായിട്ട് അത്ര സ്ഥലമില്ല. സോ ഇങ്ങനെ ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ തുറക്കേണ്ടി വരും. സോ അത് ഒത്തിരി ഡിഫിക്കൽട്ടാണ് ഇങ്ങനെ തുറക്കാനായിട്ട്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾക്ക് ഇങ്ങനെ വീണുപോയി. സോ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് പിന്നെ പുറകെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിനെ തുറക്കേണ്ടി വരും. സോ ഇത് ഒത്തിരി ആൾക്കാർ ഇതിനെപ്പറ്റി കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊത്തിരി ടൈറ്റാണ്, ഞാൻ യൂസ് ചെയ്യുമ്പം എനിക്ക് എല്ലാ സമയം ഇത് ഊരിയിട്ട് പിന്നെ തുറക്കേണ്ടി വരും. സോ ആൾക്കാർ അതിനെ കോൺ പറയുവാണ്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒത്തിരി സ്റ്റാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി കാലങ്ങളായിട്ട്. ഒരു 2-3 വർഷമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒത്തിരി മെറ്റൽ ഹിഞ്ചസ് ഉള്ളത് യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഇത് നല്ല സ്ട്രോങ് ആയിരിക്കും. പിന്നെ യൂസ് ചെയ്ത് ആ ജോയിൻറ്റിൻ്റെ സ്ഥലം പതുക്കെ ലൂസായി പോകും. അത് കഴിഞ്ഞ് ഇതൊരു സ്റ്റാൻഡൊന്നും ആവില്ല. അത് ചുമ്മാ ഇങ്ങനെ ഫോൺ വീണ് പോകും. സോ ഇതിൻ്റെ ടൈറ്റ്നെസ് ആക്ച്വലി ഒരു നല്ല കാര്യമാണ്. നമ്മൾക്ക് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നു, പക്ഷെ സാരമില്ല. ഇതിപ്പം നമ്മൾക്ക് കുറച്ച് ഇതിൻ്റെ ലൈഫ് കുറച്ച് കൂടിപ്പോയി. ഇത് ഒത്തിരി വേഗം ലൂസ് ആവാൻ പോകുന്നില്ല. ഇത് കുറച്ച് ടൈം എടുക്കും ലൂസ് ആവാനായിട്ട്. സോ കോണുമാണ്, പിന്നെ എനിക്ക് വേണ്ടി അത് പ്രോവുമാണ്. സോ എനിക്ക് വേണ്ടി ഇതിൻ്റെ മെയിൻ കോണാണ് ഇതിൻ്റെ വെയിറ്റ്. സോ എൻ്റെ iPhone 14 Pro Maxൻ്റെ വെയിറ്റ് ഒത്തിരിയാണ്. സോ ഇത് അതിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് വെയിറ്റ് ആണ്. ഇതിൻ്റെ വെയിറ്റ് ഒത്തിരിയാണ്. സോ ഇത് ഇട്ടിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പം നമ്മൾക്ക് പിടികിട്ടും നമ്മളുടെ കയ്യിൽ നല്ല ഹെവി സാധനമുണ്ടെന്ന്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് റിമൂവ് ചെയ്ത് പോക്കറ്റിൽ വെക്കേണ്ടി വരും എനിക്ക് ലോങ് കോൾസിൽ ഇരിക്കണമെങ്കിൽ. സോ വെയിറ്റിനെ പറ്റി ഞാൻ ആക്ച്വലി ഒത്തിരി ആൾക്കാർക്ക് ഇത് അവരുടെ മാക്സേഫിൽ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സാധനം അവർ പറയുന്നത് അയ്യോ എൻ്റെ ഫോൺ ഒത്തിരി ഹെവി ആയിരുന്നു. സോ അതൊരു കോണാണ്. അതിനെ പറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. ഇത് ഫുൾ മെറ്റൽ ബിൽഡാണ്, നല്ല ഡബിൾ മാഗ്നറ്റാണ്, അതിൻ്റെയും ക്വാളിറ്റി നല്ലതാണ്. അത് കാരണം വെയിറ്റ് കൂടിപ്പോയി. സോ വെയിറ്റ് പ്രോബ്ലമാണ്. നിങ്ങൾക്ക് വെയിറ്റ് ഇഷ്ടമില്ലെങ്കിൽ എടുക്കണ്ട. ഇതിൻ്റെ വേറെ ഒരു സൊല്യൂഷൻ ഇല്ല. വെയിറ്റ് ആണ്. വെയിറ്റ് ഒന്നും പോകാൻ പോകുന്നില്ല. പിന്നെ ഇത് മാക്സേഫ് പാസ് ത്രൂ കമ്പാറ്റബിൾ അല്ല. സോ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾക്ക് മാക്സേഫ് പവർ ബാങ്ക് അല്ലെങ്കിൽ മാക്സേഫ് വാലറ്റ് അല്ലെങ്കിൽ മാക്സേഫ് ചാർജർ അങ്ങനത്തെ ഒക്കെ ഇടാൻ പറ്റില്ല. നമ്മൾക്ക് മാർക്കറ്റിൽ കുറച്ചൊക്കെ സ്റ്റാൻഡ് പിന്നെ ആക്സസറി കിട്ടും. അത് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാക്സേഫ് പവർ ബാങ്ക് അല്ലെങ്കിൽ ബാക്കി എല്ലാ സാധനം ഇടാം. സോ ഇത് ഫുള്ളി മെറ്റലാണ്. പിന്നെ ഇതിൻ്റെ മിഡിലും ഫുൾ മെറ്റലാണ്. അത് കാരണം ആ റൗണ്ട് കോയിൽ ഇവിടെ ചാർജ് പാസ് ത്രൂ ചെയ്യാൻ പറ്റില്ല. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് മാക്സേഫ് പാസ് ത്രൂ അറ്റാച്ച്മെൻറ്റ് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റാൻഡ് നോക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ല. പിന്നെ ഇതിൻ്റെ വേറെ ഒരു പ്രോബ്ലം നമ്മളുടെ സാംസങ് ഗാലക്സി അൾട്രാ സീരീസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും. അതാണ് ഇതിൻ്റെ മാക്സേഫ് ഏരിയയിൽ നിങ്ങൾ പെൻ യൂസ് ചെയ്യുമ്പം ചിലപ്പം സ്ട്രേറ്റ് ലൈനൊക്കെ ഇടുമ്പോൾ അത് കുറച്ച് ഇങ്ങനെ ആയിപ്പോവും. സോ അത് പഴയ പ്രോബ്ലമാണ്. മാക്സേഫ് കമ്പാറ്റബിലിറ്റി S Penൻ്റെ കൂടെ ഇല്ല. സോ അത് ഇതല്ല, ഏത് മാക്സേഫ് എടുത്താലും ആ പ്രോബ്ലം ഉണ്ട്. സോ ആ പ്രോബ്ലം ഇവിടെയും ഉണ്ട്. പിന്നെ ലാസ്റ്റ് കോണാണ് ഇതിൻ്റെ ആംഗിൾ. സോ ബേസിക്കലി ഇതിൻ്റെ പ്രോബ്ലം അല്ല, ഇത് ബേസിക്കലി എൻ്റെ ഫോണിൻ്റെ പ്രോബ്ലമാണ്, ഫോണിൻ്റെ വെയിറ്റിൻ്റെ കാരണം. സോ ഇത് നമ്മൾക്ക് ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഏതെങ്കിലും മെറ്റൽ സർഫേസിൽ ഇങ്ങനെ ഇട്ടാൽ ഇത് അവിടെ ഇരിക്കും, ഒരു പ്രോബ്ലം ഇല്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏത് ആംഗിൾ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. പക്ഷേ ഇതിനെ ഞാൻ
ഇങ്ങനെ ഇട്ടിട്ട് ഞാനിത് ഏതെങ്കിലും മെറ്റൽ സർഫേസിൽ ഇട്ടാൽ ഇത് പതുക്കെ 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 ഇങ്ങനെ ടേൺ ആയിട്ട് പോകും. വീഴുമില്ല, പക്ഷേ ഇങ്ങനെ ടേൺ ആവും, പിന്നെ ഇങ്ങനെ ഇരിക്കും. കാരണം ഈ എല്ലാം വെയിറ്റ് നമ്മളുടെ ഈ പോർഷനിൽ ഇങ്ങനെ പുൾ ചെയ്യുവാണ്. ഇത് പിന്നെ ഓട്ടോമാറ്റിക്കലി റൊട്ടേറ്റ് ചെയ്യും. ഇത് എൻ്റെ ഫോണിൻ്റെ വെയിറ്റിൻ്റെ കാരണമാണ്. ഇത് മാക്സ് ഫോണാണ്, iPhone 14 Pro Max ആണ്. അതിൻ്റെ വെയിറ്റ് ഒത്തിരിയാണ്. പിന്നെ ഇത് ആ വെയിറ്റിൻ്റെ കാരണം ഈ ആംഗിൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ബാക്കി എൻ്റെ വലിയ ഫോണൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൽ ഈ ആംഗിൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഏതെങ്കിലും ചെറിയ ഫോൺ, നിങ്ങളുടെ iPhone 12, iPhone 13, 14 അതൊക്കെ നല്ല ലൈറ്റ് ഫോണാണ്, അത് വേണമെങ്കിൽ ഇട്ടാൽ ഇതിൻ്റെ ഈ ആംഗിൾ സപ്പോർട്ട് ചെയ്യും. ബാക്കി ഹെവി ഫോണിൽ ഈ ആംഗിൾ സപ്പോർട്ട് ആവില്ല, നിങ്ങളുടെ ഫോൺ ഇങ്ങനെ പോകും. ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്. സോ ഈ ഹോൾഡർ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഒത്തിരി വീഡിയോ ഒക്കെ എടുക്കുന്നു, നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നു, നമ്മൾ ഇംപ്രോംപ്റ്റു ആൾക്കാരാണ്. ചിലപ്പോൾ സഡൻലി നമ്മൾക്ക് എന്തെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, നമ്മൾക്കത് വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം, അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ എല്ലാ സമയം നമ്മളുടെ കൂടെ സ്റ്റാൻഡ്, ട്രൈപോഡ് അതൊക്കെ എടുത്ത് നടക്കാൻ സ്ഥലമില്ല. നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ ചുമ്മാ കാറിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ആംഗിൾ ഇട്ടിട്ട് നമ്മൾക്ക് വീഡിയോ എടുക്കാം. ബൈക്കിൽ പോവുകയാണെങ്കിൽ ബൈക്കിൻ്റെ ടാങ്കിൽ അല്ലെങ്കിൽ ബമ്പറിൽ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. സോ ഒത്തിരി നല്ല ആക്സസറിയാണ് വീഡിയോ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ജിം വീഡിയോസ് ഉണ്ടാക്കുവാണ്, ജിമ്മിൽ എല്ലാ equipment മെറ്റലാണ്. സോ ഏതെങ്കിലും ആംഗിൾ ഇവിടെ അവിടെയൊക്കെ നമ്മൾക്ക് കിട്ടും. സോ അങ്ങനെ ഇട്ടിട്ട് നമ്മൾക്ക് ജിം വീഡിയോ എടുക്കാൻ ചുമ്മാ ഒരു സ്റ്റാൻഡും ഇത് അതും എടുത്ത് നടക്കേണ്ട ആവശ്യമില്ല. സോ ഇത് ബേസിക്കലി ഉണ്ടാക്കിയത് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ്. വേഴ്സറ്റൈൽ യൂസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റീനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്തിട്ട് ഒത്തിരി നല്ല, ഞാൻ ഇങ്ങനെ ടോപ്പ് ഡൗൺ ആംഗിളും എടുത്തിട്ടുണ്ട്. ഞാൻ ഏത് ഇത് ട്രൈപോഡും ഇതും അതൊക്കെ ഇട്ടിട്ട് എനിക്ക് ആ ആംഗിൾ കിട്ടില്ല. ഇവിടെ ചുമ്മാ ഞാൻ ഫോൺ എടുത്ത് ഇങ്ങനെ മേളിൽ സ്റ്റിക്ക് ചെയ്തു, വീഡിയോ എടുത്തു, പോയി 2 മിനിറ്റിൽ എൻ്റെ വീഡിയോ തീർന്നു. അല്ലെങ്കിൽ എനിക്കിങ്ങനെ നീളമുള്ള ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരും, അവിടെ നിന്ന് ഇങ്ങനെ ആംഗിൾ എടുക്കേണ്ടി വരും, പിന്നെ വയറിൻ്റെ നടക്കുന്ന എങ്ങനെ ആംഗിൾ എടുക്കണം അതൊക്കെ നോക്കിയിട്ട് പിന്നെ ചെയ്യണം. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. സോ സിമ്പിൾ ഗാഡ്ജറ്റ്, പക്ഷേ ഇതിൻ്റെ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്സ് ഒത്തിരി നല്ലതാണ്. സോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ പെർമനൻറ്റ് ഗാഡ്ജറ്റാണ്. ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിക്കും എൻ്റെ മറ്റേ ഫോണിന് വേണ്ടിയിട്ട്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്, എനിക്ക് വേണ്ടിയിട്ട് യൂസ് ആണ്. പക്ഷേ മെയിൻ പ്രോബ്ലം ഇതിൻ്റെ പ്രൈസാണ്. 3500 ആണ് ഇതിൻ്റെ പ്രൈസ്. ആ പ്രൈസിന് വേണ്ടി ഇത് വർത്ത് ആണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ യൂസ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നോക്കണം. കാരണം മാർക്കറ്റിൽ ഒത്തിരി 600, 700, 800 റുപ്പീസിന് സ്റ്റാർട്ട് ആവുന്ന ഒത്തിരി ഇങ്ങനത്തെ സ്റ്റാൻഡ്സ് ഉണ്ട്. ചിലപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് തന്നെ ഇനഫാണ്. കാരണം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ ആംഗിളൊക്കെ നോക്കേണ്ട ആവശ്യമില്ല. സോ ഇപ്പം ഇത് നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു, എൻ്റെ ടെസ്റ്റ് വീഡിയോയും കണ്ടു കഴിഞ്ഞു, എൻ്റെ എക്സ്പീരിയൻസ് കണ്ടു കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് സ്വയം ഡിസൈഡ് ചെയ്യാം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആണോ അല്ലയോ എന്ന്. അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.